പടച്ചവൻ കൊടുത്ത അനുഗ്രഹങ്ങളുണ്ടല്ലോ, അത് ആഡംബരങ്ങളെ തല്ലി തകർക്കാനുള്ളതല്ല മുസ്ലിമേ. അള്ളാഹ് നൽകിയത് പറഞ്ഞതുപോലെ വിനിയോഗിച്ച് നന്ദിയുള്ള അനുസരണയുള്ള അടിമയായി ജീവിക്കാനാ. നിന്റെ തോന്നിവാസങ്ങളോ നിന്റെ ആഡംബരങ്ങളോ ആഭാസതരങ്ങളോ കാട്ടിക്കൂട്ടാനുള്ളതല്ല, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് വിവാഹത്തിന്റെ പേരിൽ നടക്കുന്നതെന്താ? പേര് വിവാഹം, നിക്കാഹ്, കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങളോ അള്ളാഹുവിന്റെ ദീനിന് നിരക്കാത്തതും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കണ്ടില്ലേ? കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചിന്റെ കൂട്ടാളികളാണ്. അവരും പിശാചും തമ്മിൽ എന്ത് മാറ്റമാണുള്ളത്? ചിന്തിക്കും മുസ്ലിമേ. വിവാഹമെന്ന് പറഞ്ഞാൽ അത് പവിത്രമാ, അത് പാവനമാ, അത് പരിശുദ്ധമാണ്, പുണ്യമാണ്. അത് ആഭാസത്തരങ്ങളെ കാണിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള വേദികളാക്കി മാറ്റരുത്. അല്ലാഹു നിനക്ക് തന്ന പണം നീ നല്ലതിന് ചെലവഴിക്ക്. നിന്റെ മകളുടെ വിവാഹം കൊണ്ട് ചിലപ്പോൾ ഒരുപാട് കുടുംബങ്ങൾക്ക് അന്നമുണ്ടാവും. അതൊക്കെ മാന്യമായ രൂപത്തിൽ ചെയ്യ്. അള്ളാഹുവിന്റെ ദീനിന് നിരക്കുന്ന രൂപത്തിൽ ചെയ്യ്. പക്ഷേ ചില കാട്ടിക്കൂട്ടലുകൾ ഉണ്ടല്ലോ, അള്ളാഹുവേ പടച്ചവൻ വെറുതെ വിടുവോ? എത്ര മാന്യമായിട്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞത്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ, അന്നികാഹു മിൻ സുന്നതി, വിവാഹമെന്നത് എന്റെ ചര്യയാണ്, എന്റെ തിരുസുന്നത്താണ്. അല്ലാഹ് പടച്ചോനെ, പുന്നാര നബിയുടെ പവിത്ര പാവനമായ സുന്ദരമായ മഹത്വമായ വിവാഹം, നിക്കാഹ്, അതെന്റെ സുന്നത്താണെന്നാ പറഞ്ഞത്. അതിനെയല്ലേ നിന്റെ മകളുടെ വരനായി കടന്നു വരുന്നവൻ, അല്ലെങ്കിൽ നിന്റെ മകളുടെ തോന്നിവാസങ്ങൾക്ക് നിന്നുകൊടുത്തിട്ട് അതിനെ ശിഥിലമാക്കിയത്, നശിപ്പിച്ചത്, വൈകൃതമാക്കി കളഞ്ഞില്ലേ? അത്തരം മഹനീയമായ മഹത്വമായ പടച്ചവന്റെ പൊരുത്തം വരേണ്ട മജ്‌ലിസുകൾ വൈകൃതമാക്കുന്ന സമൂഹത്തോടാണ് എനിക്ക് പറയാനുള്ളത്. അത് പിശാചിന്റെ മനോഭാവമാണ്. കോലം കെട്ടുക, ചായം പൂശുക, നൃത്തം ചവിട്ടുക, സംഗീതവും പാട്ടും കോട്ടുമായി പടച്ചവനെ ഉന്മാദ ലഹരിയിൽ പാതിരാവിൽ ആടിത്തിമിർക്കുക. എന്നിട്ട് പേരോ വിവാഹം, നിക്കാഹ്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? കോലം കെട്ടുന്നു, ചായം പൂശി നൃത്തം ചവിട്ടുന്നു, സംഗീതവും പാട്ടും കൊട്ടുമായി പാതിരാവിന്റെ നേരങ്ങളിൽ ഉന്മാദ ലഹരിയിൽ ആനന്ദ നൃത്തം ചവിട്ടുകയാണ്. പേരോ മോളുടെ നിക്കാഹ്, മോന്റെ നിക്കാഹ്. പഠിച്ചവനെ, ഏത് വേദിയാണത്? ചിന്തിക്ക്. ഒരിക്കലെങ്കിലും നീ ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. നീ എവിടെയാണ് ഇതൊക്കെ കാണിക്കുന്നത്? നീ ഒന്ന് ഇരുന്ന് ചിന്തിക്ക്. നിന്റെ ഹൃദയത്തിൽ കൈവച്ച് നീ ഒന്ന് ചിന്തിക്ക്. മോനെ, എന്റെ പൊന്നു മോളെ, എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഇതെവിടെയാണ് ഇത് കാണിച്ചു കൂട്ടുന്നതെന്ന്. അല്ലാഹുവിന്റെ കരുണയും പൊരുത്തവും വരേണ്ട പാവനമായ സദസ്, റഹ്മത്തിന്റെ മലായിക്കത്തുകൾ ഇറങ്ങി വരേണ്ട പുണ്യമായ കർമ്മം, പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞുവല്ലോ, ഒരു പെൺകുഞ്ഞിന് ജീവിതം കൊടുക്കൽ, പരസ്പരം ഇണകൾ കൈകോർത്തൊരു ജീവിതത്തിലേക്ക് നടന്നു കയറൽ. നിക്കാഹ് എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണ് നീ പൂർത്തിയാക്കിയിരിക്കുന്നത്. ദീനിന്റെ പകുതി നീ പൂർത്തിയാക്കി. അത്രയും മഹത്വമായ വലിപ്പമുള്ള ഒരു വലിയ പുണ്യമായ കർമ്മം അല്ലാഹ് ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ സ്നേഹം നിറഞ്ഞ മുസ്ലിമേ, സ്നേഹത്തോടെ ആദരവോടെ പറയട്ടെ,
മഞ്ഞയും ചുമപ്പും കറുപ്പും നിക്കാഹിന്റെ പേരുകൾക്ക് മാറ്റം വരുത്തിയിട്ട് പരിഷ്കാരങ്ങൾ കാട്ടിയിട്ട് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നിക്കാഹിന്റെ സദസ്സുകൾ? മഞ്ഞ കല്യാണം, ചുമന്ന കല്യാണം, കറുത്ത കല്യാണം, പേരുകൾ ഏതൊക്കെയോ വർഗത്തിലാണ്. എവിടെ എത്തി നിൽക്കുന്നു സമുദായത്തിൽ ഇന്ന് നിക്കാഹിന്റെ വേദികൾ? ഈ സമുദായത്തിന്റെ വിവാഹ വേദികളാണ് ഏറ്റവും മോശമായത്, ഏറ്റവും വൃത്തികെട്ട രൂപത്തിൽ തരം താഴ്ന്നു പോയത്. ഈ സമുദായത്തിൽ നടക്കുന്ന നിക്കാഹുകളാണ് പലപ്പോഴും. വേദനയോടെയാണ് പറയുന്നത്. അല്ലാഹുവേ, പൈശാചികമായ വേഷം ധരിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാർ വരനെ ആനയിച്ചു കൊണ്ടുപോകുന്ന, മനസ്സുപോലും നൊന്തുപോകുന്നൊരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ സമീപത്ത് നമ്മൾ കണ്ടില്ലേ? പൈശാചിക വേഷം, ശൈത്താന്റെ വേഷം, കോലം കെട്ട വേഷം, ഭയപ്പെടുത്തുന്ന വേഷം. എവിടെ? വിവാഹത്തിന് വരനെ ആനയിച്ചു കൊണ്ടുപോവാണ് ഈ സമുദായത്തിന്റെ ആളുകൾ. ആരുമായിക്കോട്ടെ. വാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഇത്തരം തോന്നിവാസങ്ങൾക്ക് നിന്റെ പൊന്നുമോളെ നീ കുരുതി കൊടുക്കരുത്. അവന്റെ കൈകളിലേക്ക് നിന്റെ പൊന്നുമോളെ നീ കുരുതി കൊടുക്കരുത്. അല്ലാഹുവിന്റെ പൊരുത്തം നിനക്ക് കിട്ടൂല, പടച്ചവന്റെ പൊരുത്തം നിനക്ക് കിട്ടൂല. റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ പ്രാർത്ഥന നിന്റെ കുടുംബ ജീവിതത്തിനുണ്ടാവൂല. കാരുണ്യത്തിന്റെ ദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്നികാഹു മിൻ സുന്നതി, നിക്കാഹ് എന്റെ ചര്യയാണ്. അത് ഞാൻ പഠിപ്പിച്ചു തന്ന മാന്യമായ രൂപത്തിലും രീതിയിലും ഭംഗിയിലും നടത്തണം, സന്തോഷത്തോടുകൂടി നടത്തണം, വളരെ സന്തോഷത്തോടുകൂടി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അത്തരം വേദികൾ ഒരിക്കലും അനാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കരുത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. അവര് പിശാചിന്റെ ലോകത്താണ്, പൈശാചികതയുടെ വലകളിൽ പെട്ടുപോയവരാണ്. അവരുടെ പ്രവൃത്തികൾ അങ്ങനെയാണ്, ചെയ്തികൾ അങ്ങനെയാണ്, ചിന്തകൾ അങ്ങനെയാണ്. അല്ലാഹ്